മനുഷ്യത്വമാണ് പാലിയേറ്റീവ് കെയറിന്റെ മുഖമുദ്രയെന്ന പി നന്ദകുമാർ MLA. പൊന്നാനി ശാന്തി പെയിൻ ആൻഡ് പാലിയേറ്റീവ് യൂണിറ്റിന്റെ സബ് സെന്റർ മരക്കടവിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യന്റെ വേദനയ്ക്ക് എങ്ങനെ പരിഹാരം ഉണ്ടാക്കാനാകുമെന്ന ആലോചനയുടെ പേരാണ് പാലിയേറ്റീവ് കെയർ. മാനവികതയുടെ ഉത്തരവാദിത്വ നിർവഹണമാണ് പാലിയേറ്റീവ് വളണ്ടിയർമാർ നിർവഹിക്കുന്നത്. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് മേൽ സാന്ത്വനത്തിന്റെ പതാകവാഹകരായി മാറുകയാണ് ഓരോ പാലിയേറ്റീവ് ക്ലിനിക്കുകളെന്ന് MLA പറഞ്ഞു. ആരാരും ആശ്രയമില്ലാതെ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും പ്രധാന ആശ്വാസം രണ്ടാമതാണ് ചികിത്സ അവർ കിട്ടുന്നത്. ചികിത്സയും അനിവാര്യമാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ പാലിയേറ്റീവ് സെൻ്ററുകൾ നമ്മുടെ കേരളത്തിൽ ഇന്ന് ഒരുപാട് സെൻ്ററുകളുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പാലിയേറ്റീവ് സെൻ്ററുള്ള സംസ്ഥാനം കേരളമാണ് നമുക്കുള്ളത്. മലപ്പുറം ജില്ല കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയാണ് ഏറ്റവും പ്രധാനമായിട്ടും ഇപ്പോൾ ഈ പാലിയേറ്റീവ് സെൻ്റർ പ്രവർത്തിക്കുന്നത് നമുക്കുള്ളത്. സെൻ്ററിൻ്റെ എണ്ണത്തിലല്ല, പ്രായോഗികമായ രൂപത്തിലേക്ക് നടക്കുന്ന പ്രധാനപ്പെട്ട സെൻ്ററുകൾ നമുക്കുള്ളത്. അതിന് കാരണം കേരളമാണെന്ന് പറയാൻ കാരണം മനുഷ്യത്വം ഏറ്റവും കൂടുതൽ സംസ്ഥാനം കേരളത്തിലാണ്. ശാന്തി പാലിയേറ്റീവ് കെയർ യൂണിറ്റ് പ്രസിഡന്റ് വി ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ CP സക്കീർ മുഖ്യാതിഥിയായി. നഗരസഭാ കൗൺസിലർ കാദർകുട്ടി മാസ്റ്റർ, താലൂക്ക് ഹോസ്പിറ്റൽ PRO സലാഹുദ്ദീൻ, സാലിഹ് വളാഞ്ചേരി, ഡോക്ടർ MV ബുഷ്ര, ശാന്തി പാലിയേറ്റീവ് കെയർ സെക്രട്ടറി അക്ബർ മൂസ എന്നിവർ സംസാരിച്ചു. VMB അഷ്റഫ് സ്വാഗതവും ഇല്യാസ് മൂസ നന്ദിയും പറഞ്ഞു. മരക്കടവ് CYSF ഓഫീസ് കേന്ദ്രീകരിച്ചാണ് സബ് സെന്റർ പ്രവർത്തിക്കുക. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. മറ്റു ചിലത് കവിത പോലെ ഹൃദയം, ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.